നമസ്കാരം. ഇന്ന് മാർച്ച് 29. ഇന്നേ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് ഈ വർഷത്തിലെ ആദ്യ സൂര്യഗ്രഹണമാണ് സംഭവിക്കുന്നത്. കൂടാതെ ഇന്ന് മഹാശനിമാറ്റവും സംഭവിക്കുന്നു. കൂടാതെ ഇന്നേ ദിവസം അമാവാസിയുമാണ്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ദിവസം. ഇന്നേ ദിവസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്ന ശുഭലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ വിശേഷമാണ്, അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുന്നതും ഉത്തമമാണ്. ഭഗവാന് ധാര വഴിപാട് കൂടി നടത്തുക. പരമശിവന് ധാര വഴിപാട് നടത്തുക. ഇന്നേ ദിവസം പിതൃക്കൾ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ കാണുന്നതായ ആ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്നേ ദിവസം ഏവരും സാക്ഷാൽ പരമശിവനെ ഒന്ന് വന്ദിക്കുക. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നത് പോലും ശുഭമാണ്. ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അഥവാ ഭഗവാനെ ഒന്ന് വന്ദിക്കുക. ആദ്യത്തേതായ ലക്ഷണം, ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നു എന്നതാണ്. 2 നേരവും തെളിയിക്കുവാൻ സാധിക്കുന്നത് ശുഭമാണ്. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുകയും ആ വിളക്ക് ദീർഘനേരം തെളിയുകയാണ് എങ്കിൽ, പതിവിലും വിപരീതമായി കൂടുതൽ നേരം തെളിയുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോഴും ഇപ്രകാരം സംഭവിക്കുന്നത് ശുഭകരമാകുന്നു. 2 നേരവും വിളക്ക് തെളിയിക്കുമ്പോൾ ഈ കാര്യം സംഭവിക്കുന്നു എങ്കിൽ അതിവിശേഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈശ്വരാധീനം വർദ്ധിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നു. അത് ധനപരമോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ചെയ്യുന്നതായ ചില കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ വന്നു ചേരുകയും ആ കാര്യങ്ങൾ ദീർഘകാലം നിൽക്കുവാനുള്ള സാധ്യതയും ഇതിലൂടെ അർത്ഥമാക്കാം. മറ്റൊന്ന്, ഇന്നേ ദിവസം വീടുകളിൽ സുഗന്ധം അനുഭവപ്പെടുന്നു എന്നതാണ്. പതിവിലും വിപരീതമായി നിങ്ങൾക്ക് സുഗന്ധം അനുഭവപ്പെടുന്നു എങ്കിൽ വിശേഷമാണ്. ചിലർക്ക് വേറൊരു തരത്തിലായിരിക്കും ലക്ഷണം കാണുക. വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് സുഗന്ധം അനുഭവപ്പെടാം. മറ്റു ചിലർക്ക് നാമം ജപിക്കുന്നതായ സമയത്തോ അല്ലെങ്കിൽ ഇഷ്ടദേവത മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ ഇപ്രകാരം സുഗന്ധം അനുഭവപ്പെടാം. ചിലർക്ക് അടുക്കളയിൽ പ്രവേശിക്കുന്നതായ അവസരത്തിലായിരിക്കും ഇത്തരത്തിൽ പതിവിലും വിപരീതമായി സുഗന്ധം അനുഭവപ്പെടുന്നത്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാനുഗ്രഹത്തെ അല്ലെങ്കിൽ ഈശ്വരന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ അനുകൂലമായ ഫലങ്ങൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ, അത് ശുഭകരമായ വാർത്തകളാകാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിലുള്ള വിജയങ്ങളോ ധനപരമായ നേട്ടങ്ങളോ ധനപരമായ ഉയർച്ചയോ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പകരുന്ന ചില കാര്യങ്ങളാകാം. ഇന്നേ ദിവസം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ദർശിക്കുന്നു, അഥവാ പരമശിവൻ നിങ്ങൾക്ക് സ്വപ്ന ദർശനം നൽകുന്നു എങ്കിൽ ശുഭമാണ് ലക്ഷണം. മറ്റ് ദേവതകളെ കാണുന്നതും ശുഭകരം തന്നെയാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ അടുത്ത ദിവസം തന്നെ ദർശനം നടത്തണം. മറ്റ് ദേവതകളെ കാണുന്നവർ ആ ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലേക്ക് പച്ചക്കുതിര വരുന്നത് ശുഭകരമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ഉപ്പൻ വീടുകളിൽ വരുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. പ്രത്യേകിച്ചും വിളക്കിനടുത്തായി പച്ചക്കുതിരയെ കാണുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഉടനെ പച്ചക്കുതിരയെ കാണുന്നതും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ്. ആ വീടുകളിൽ ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ സന്തോഷം വർദ്ധിക്കുക, പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ ആകുലതകൾ നിങ്ങൾക്ക് നീങ്ങുക, പല കാര്യങ്ങളിലും സമാധാനം ലഭിക്കുക, അത്തരത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. മറ്റൊന്ന്, വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് പല്ല് ചിലയ്ക്കുന്നു എന്നതാണ്.
രണ്ടു നേരവും തെളിയിക്കുമ്പോൾ സംഭവിക്കണം എന്നില്ല. ഒരു നേരം വിളക്ക് തെളിയിക്കുമ്പോഴാണ് എങ്കിലും ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ്. അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നതാണ്. അതിനാൽ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ഉള്ളതിനാൽ നിങ്ങൾ നാൾക്ക് നാൾ ഉയരുക തന്നെ ചെയ്യും. ധനപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ ധനം അറിയാതെ കൈകളിലേക്ക് വന്നു ചേരുകയോ അത്തരത്തിൽ പല കാര്യങ്ങളും ധനപരമായും മനസ്സിനെ സന്തോഷം പകരുന്നതായ മറ്റ് കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇന്നേ ദിവസം പതിവിലും വിപരീതമായി കൂടുതൽ ഉണർവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അത് തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ നിങ്ങൾക്ക് കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. അത്തരം കാര്യങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. ഈശ്വരാനുഗ്രഹമുണ്ട്, ഈശ്വര സാന്നിധ്യം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. അതിനാൽ ശുഭകരമായതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമേൽ വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങളോ ജീവിതത്തിൽ അനുകൂലമാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇന്നേ ദിവസം നിങ്ങളുടെ കൈകൾ ചൊറിയുന്നു എങ്കിൽ, അതായത് സ്ത്രീകൾക്ക് ഇടത് കൈയും പുരുഷന്മാർക്ക് വലത് കൈയും ഇന്നേ ദിവസം പതിവിലും വിപരീതമായി ചൊറിയുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം, പണം വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അഥവാ ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയോ അല്ലെങ്കിൽ ധനം കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ, വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം വീടുകളിൽ പതിവിലും വിപരീതമായി ധാരാളം പൂക്കൾ വിടരുന്നു. അഥവാ നീല ശംഖുപുഷ്പം ധാരാളം വിടരുന്നു എങ്കിൽ പോലും ശുഭകരമാണ് ലക്ഷണം. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ആ വീടുകളിലുള്ള ഈശ്വരാധീനം നിങ്ങളിൽ പ്രകടമാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിവാകുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ കാര്യങ്ങളുടെ സൂചന തന്നെയാണ്. നിങ്ങൾ ഇന്നേ ദിവസം ഭക്ഷണം പാചകം ചെയ്യുകയാണ് എങ്കിൽ ആ ആഹാരം കൃത്യമായി തികയുന്നു. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകണം എന്നില്ല. വളരെ ശാന്തരായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ദേഷ്യം വരുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും അത് നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കും. ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതും ശുഭകരമാണ് ലക്ഷണം. ഇനി പരാമർശിക്കാനായി പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ കുറിച്ചാണ്. പിതൃക്കളുടെ സാന്നിധ്യം ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ കാണുന്നതായ ആ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, പിതൃക്കൾ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ട് എങ്കിൽ കാണുന്നതായ ആ ലക്ഷണത്തെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുന്നതും മഹാഭാഗ്യം തന്നെയാണ്. ഇന്നേ ദിവസം പതിവിലും വിപരീതമായി പാത്രങ്ങൾ താഴെ വീഴുകയാണ് എങ്കിൽ ശുഭമാണ് ലക്ഷണം. ചിലരത് ശുഭകരമല്ല എന്നാണ് വിചാരിക്കുക. എന്നാൽ പിതൃക്കളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പിതൃക്കളുടെ സാന്നിധ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു പ്രധാനപ്പെട്ടതായ ലക്ഷണം, ഇന്നേ ദിവസം കാക്കകൾ വീടുകളിൽ വരികയും നിങ്ങൾ നൽകുന്നതായ ആഹാരം കാക്ക സ്വീകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് പിതൃക്കളുടെ അനുഗ്രഹത്തെ അഥവാ പിതൃപ്രീതി ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ്. ശുഭകരമാണ് ഈ ലക്ഷണം. മറ്റൊരു ലക്ഷണം സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഈ പരാമർശിക്കുന്ന സ്വപ്നങ്ങൾ കാണുകയാണ് എങ്കിൽ അത് പിതൃപ്രീതിയെ സൂചിപ്പിക്കുന്നു, പിതൃക്കളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്നർത്ഥമാക്കാം. നിങ്ങൾ നൽകുന്നതായ വസ്തുക്കൾ അത് ഏതൊരു വസ്തുവാണ് എങ്കിലും പിതൃക്കൾ അത് സ്വീകരിക്കുന്നതായ സ്വപ്നം കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. മറ്റൊരു സ്വപ്നമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്, പിതൃക്കൾ നിങ്ങളുടെ അടുത്ത് ഇരിക്കുകയാണ് എങ്കിൽ, അത് സന്തോഷത്തോടെ ഇരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പിതൃക്കൾ സന്തോഷിച്ചിരിക്കുന്നതായി നിങ്ങൾ സ്വപ്നം കാണുകയാണ് എങ്കിലും ശുഭകരമാണ് ലക്ഷണം. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ അത് പിതൃപ്രീതിയെയും പിതൃക്കളുടെ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നു.
തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കുന്നവർ മീനൂട്ട് വഴിപാട് കൂടി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.